നമുക്ക് ഇതേപോലെ കാസർഗോഡ് സ്റ്റൈലില് ഒരു മീൻ ഉണ്ടാക്കിയാലോ? നോക്കല്ലേ? ഫുൾ വീഡിയോ ഇപ്പൊ വരുന്നതാണ്. നമ്മുടെ അയില കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീനൊക്കെ ചെയ്ത് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചൊറുക്കം നമുക്കത് അങ്ങോട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കൊരു 15 മിനിറ്റോളം അത് അങ്ങനെ വെക്കാം കേട്ടോ. ഒരു മൺചട്ടിയിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സബോള നുറുക്കിയത്, ഇഞ്ചി ഇടിച്ചത്, നമുക്ക് വെളുത്തുള്ളി ഇടിച്ചത്, കുറച്ച് മിളക്, തക്കാളി അരിഞ്ഞത്, കുറച്ച് വേപ്പല, നമുക്കൊന്ന് ഞെരടി പിഴിയാം കേട്ടോ പുളീനെ. പുളിവെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് പുളി ഉപയോഗിക്കുമ്പോൾ ആ പുളിയും അതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ. നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒന്നുകൂടി മതി യോജിപ്പിക്കാം കേട്ടോ. നമുക്കത് മൂടി വയ്ക്കാം കേട്ടോ. നമുക്കത് ഓൺ ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ചൂടിൽ നമുക്കിനി അത് തിളപ്പിക്കാം കേട്ടോ. ഇത് തിളച്ചുടങ്ങിയിട്ട് കേട്ടോ. നമുക്കിനി അതിൻ്റെ മൂടിയെ മാറ്റാം കേട്ടോ. നമുക്കതൊന്ന് മൂടി നടക്കാം കേട്ടോ. ഇനി അതൊരു 15 to 20 മിനിറ്റ് വരെ ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ ചാറ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞ തുയിപ്പ് കിടണം. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ എന്തോന്നാ അറിയില്ലേ, ആ പച്ചമണം അങ്ങോട്ട് പോകണം, അത്ര തന്നെ ഉള്ളൂ. വേറെ തുയിപ്പൊന്നും പറയേണ്ട കാര്യമില്ല, പച്ചമണം അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് അയില ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിനൊന്നും അങ്ങോട്ട് ചിറ്റിക്കാം കേട്ടോ. ഇതേപോലെ നമുക്കിനി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റോട് അതിങ്ങനെ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം മീൻ വെന്തിട്ടുണ്ടാവും, നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവും. ഇടയ്ക്ക് ഒന്നും ചിറ്റിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി അത് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി താളിക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രം വെക്കുക, മീഡിയം ചൂടിൽ. അത് കഴിഞ്ഞ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം. നമ്മൾ ഇടിച്ച വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, നമുക്കത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് മൂക്കം കിട്ടോ. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
അങ്ങനെ എന്റെ ഗ്രേവി കണ്ടത് പൂച്ചാം. ആ നല്ല എരിവ്, അതേപോലെ തന്നെ പുളി വരുമ്പോ അതങ്ങോട്ട് കുറയുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് ചോറ് കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചാണ്ടല്ലോ ഇവൻ കിടുവായിരിക്കും. കിടുന്ന് പറഞ്ഞാൽ കിടുവായിരിക്കും. അപ്പൊ മറക്കല്ലേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.